ലോകത്തെങ്ങും ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി സാമൂഹ്യ അകലം എന്ന നിർബന്ധിതമായ ഉപാധി നിലനിൽക്കുന്ന ഒരു സമയത്താണ് കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വിനിമയ കേന്ദ്രമായ ഭാരത് ഭവനും അതുപോലെ തന്നെ യുവജന കമ്മീഷനും കേരള സർക്കാരിൻ്റെ സാംസ്കാരിക കാര്യാലയവും ഒത്തുചേർന്നുകൊണ്ട് പത്മവിഭൂഷൺ ഡോക്ടർ കപില വാത്സ്യായനൻ്റെ നാമധേയത്തിലെ ആദ്യത്തെ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ഫെസ്റ്റിവൽ ഒരുക്കൂട്ടുന്നത്. ഇത് ഈ ഒരു സമയത്ത് നമ്മൾ ഇതിന് മുതിരുന്നു എന്ന് പറയുമ്പോൾ ഈ സമയം അവതരണങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് വേദിയിൽ അവരുടെ ആത്മപ്രകാശനങ്ങൾ നടത്തുവാൻ കഴിയാതെ വരുന്ന അനുഗ്രഹീതരായ പ്രതിഭാശാലികളായ ഒട്ടേറെ കലാകാരന്മാർ മനസ്സുകൊണ്ട് വിഷമിക്കുന്ന ഒരു സമയമാണിത്. ഈ സമയത്ത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ നവമാധ്യമത്തിൻ്റെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യതലത്തിൽ ദേശീയ തലത്തിലുള്ള ഇന്ത്യയുടെ 12ഓളം പ്രധാനപ്പെട്ട ക്ലാസിക്കൽ നൃത്ത കലാരൂപങ്ങളെയാണ് 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഓൺലൈൻ ഫെസ്റ്റിവലിലൂടെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. തീർച്ചയായും ഇതിൻ്റെ 2-3 തവണകളിലായിട്ട് പത്രമാധ്യമങ്ങളിലൊക്കെ അതുപോലെ തന്നെ നവമാധ്യമങ്ങളിലൊക്കെ ഇതിൻ്റെ പരസ്യങ്ങൾ വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 300-ലേറെ അപേക്ഷകൾ വളരെ വിഖ്യാതരായിട്ടുള്ള വ്യക്തികളിൽ നിന്ന് പോലും നമുക്ക് ലഭിക്കുകയുണ്ടായി. ഇതിൽ 80 പേരാണ് ക്യൂറേറ്റേഴ്സ് അടക്കം. ഇതിലെ ക്യൂറേറ്റേഴ്സ് എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ വളരെ ശ്രദ്ധേയരായ വിവിധ നൃത്തമേഖലകളിൽ ശ്രദ്ധേയരായ 7ഓളം ക്യൂറേറ്റേഴ്സിൻ്റെ മേൽനോട്ടത്തിലാണ് സിലക്ഷൻ നടന്നിരിക്കുന്നത്. വളരെ കുറ്റമറ്റ രീതിയിൽ കാര്യങ്ങളെ പഠിച്ചറിഞ്ഞ് തിരഞ്ഞെടുത്ത ആൾക്കാരാണ് ഇതിലേക്ക് അവതരണങ്ങളുമായി എത്തുന്നത്. 80ഓളം അവതരണങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം 7 മണി മുതൽ 9 മണി വരെയാണ് നൃത്താവതരണങ്ങൾ നടക്കുന്നത്. അതുമാത്രമല്ല ഓരോ ദിവസവും ഓരോ നൃത്ത രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ ഓർമ്മകളെ പുതുക്കിക്കൊണ്ടാണ് അതിൻ്റെ 5 മിനിറ്റ് ദൈർഘ്യമുള്ള ഹ്രസ്വ ചിത്രം ഡോക്യുമെൻ്ററിയോട് കൂടിയിട്ടാണ് അവർക്കുള്ള സമർപ്പണമായാണ് ഈ നൃത്തോത്സവം 8 ദിവസങ്ങളിലേക്ക് നീണ്ടു നിൽക്കുന്നത്. 8-ാം തീയതി മുതലാണ് ഡിസംബർ 8 മുതൽ ഡിസംബർ 15 വരെയാണ് ക്ലാസിക്കൽ നൃത്തോത്സവത്തിൻ്റെ കാലം. ഈ സമയത്ത് നൃത്തത്തെ സ്നേഹിക്കുന്ന കലയെ സ്നേഹിക്കുന്ന എല്ലാവരും ഇതിനോടൊപ്പം ഉണ്ടാകണം. നിങ്ങളുടെ പരിചയമുള്ളവരിലേക്ക് ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തുകൊണ്ട് ഇന്ത്യ മുഴുവൻ അതുപോലെ തന്നെ ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ളവരിലേക്ക് ഇത് എത്തിക്കുവാനുള്ള അതിൻ്റെ എല്ലാ രീതിയിലുള്ള സഹായവും നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണം എന്നുള്ളതാണ് ഒന്ന് അപേക്ഷിക്കാനുള്ളത്. മറ്റൊന്ന്, അപേക്ഷകരിൽ ഒരുപാട് പേര് വളരെ പ്രതിഭാധനരായിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു ലിമിറ്റേഷൻ, അതും നമുക്ക് ചെയ്യാവുന്നതിൻ്റെ എക്സ്ട്രീമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. തുടർന്ന് വരുന്ന ഫെസ്റ്റിവലുകളിലും അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന വർഷം കോവിഡ് ഇല്ലാത്ത ഒരു കാലത്ത് ഇത് മനുഷ്യർക്ക് പ്രേക്ഷകർക്ക് നേരിട്ട് കാണാവുന്ന രീതിയിൽ കുറേ കൂടി വിപുലമായി ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. കപില വാത്സ്യായൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ കലയുടെ അംബാസിഡറും മാതൃഭാവവും ഒക്കെയായിരുന്ന വിശിഷ്ട വ്യക്തിത്വത്തിൻ്റെ ഓർമ്മകളെ മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാ വർഷവും ഇത് വളരെ നന്നായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനൊക്കെ കാലം അനുഗ്രഹിക്കട്ടെ. എല്ലാ രീതിയിലും ഈ പ്രവർത്തനത്തെ പുതിയ രീതിയിൽ പുതിയ ആൾക്കാരിലേക്ക് അതുപോലെ തന്നെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള എല്ലാ സഹായവും നിങ്ങൾ ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന് വിനയപുരസ്സരം അപേക്ഷിക്കുന്നു. ശ്രീമതി കപില വാത്സ്യായനൻ്റെ ഓർമ്മ ആഘോഷിക്കുന്ന ഒരു പരിപാടിയാണ് ഈ മാസം 8 മുതൽ 15 വരെ വൈകുന്നേരങ്ങളിൽ വിവിധ കലകൾ, ഡാൻസ്, മ്യൂസിക് തുടങ്ങിയിട്ടുള്ള വിവിധ കലാ പ്രകടനങ്ങൾ അവതരിപ്പിക്കുക. ഭാരത് ഭവനും യുവജന കമ്മീഷനും കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പും ചേർന്നാണ് ഈ പരിപാടിക്ക് രൂപം നൽകിയിരിക്കുന്നത്. ഈ പരിപാടികളിൽ
ഓരോ രംഗങ്ങളിലും കലാരംഗത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ അവരുടെ പ്രകടനം അവതരിപ്പിക്കുന്നു. ശ്രീമതി കപില വാത്സ്യായൻ കേരളത്തെ വളരെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. കേരളത്തിലെ കലകളെ പ്രത്യേകിച്ച് കൂടിയാട്ടത്തിൻ്റെയും കഥകളിയുടെയും ഒക്കെ വലിയൊരു പ്രചാരക പോലും ആയിരുന്നു അവർ നല്ലൊരു കലാസ്വാദക ആയിരുന്നു എന്ന് മാത്രമല്ല, ഇവിടെ വന്ന് കലാമണ്ഡലത്തിൽ വന്ന് കല അഭ്യസിച്ചിട്ടുമുണ്ട്. ഇതിനെല്ലാം പുറമെ അവർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാംസ്കാരിക വകുപ്പിൻ്റെ സെക്രട്ടറിയുമായിരുന്നു. ഇങ്ങനെ പല നിലകളിൽ നമ്മുടെ രാജ്യത്തെ കലാരംഗത്തെ വളരെ കാര്യമായ രീതിയിൽ സ്വാധീനിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു കപില വാത്സ്യായൻ. അവരെ നമ്മൾ കേരളം വളരെ സ്നേഹത്തോടെ, നന്ദിയോടെ, ബഹുമാനത്തോടു കൂടിയാണ് ഓർക്കുന്നത്. എനിക്ക് നേരിട്ട് ഒരു പരിചയം ഉണ്ടായിരുന്നു. ഡൽഹിയിലുള്ള പല സാംസ്കാരിക പ്രവർത്തനങ്ങളും, ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യ ഇൻ്റർനാഷണൽ സെൻറ്റർ, അവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട പരിപാടിയായിരുന്നു കലകൾ അവതരിപ്പിക്കാൻ പറയുന്നത്, സിനിമ ഉൾപ്പെടെയുള്ള കലകൾ അവതരിപ്പിക്കാൻ പറയുന്നത്. ഇങ്ങനൊരു വലിയ സാംസ്കാരികമായിട്ടുള്ള വലിയ ദീർഘവീക്ഷണം ഉണ്ടായിരുന്ന ഒരു വ്യക്തി, കേരളത്തിൽ വളരെ പ്രിയപ്പെട്ട വ്യക്തി. അവർ നല്ല ജീവിതം, ദീർഘമായ ജീവിതം ജീവിച്ചിട്ട് തന്നെയാണ്, വളരെ സഫലമായ ജീവിതം ജീവിച്ചിട്ട് തന്നെയാണ് അവർ മൺമറഞ്ഞു പോകുന്നത്. നമ്മളവരെ ഈ ഉത്സവം അവരുടെ സേവനത്തെ, അവരുടെ അർപ്പണബോധത്തെയൊക്കെ നമ്മൾ കൊണ്ടാടുകയാണ് ഈ ഉത്സവത്തിലൂടെ. ഈ ഇന്ത്യയുടെ തന്നെ വിവിധ ഭാഗങ്ങളിലുള്ള കലാരൂപങ്ങൾ ഈ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. നല്ലൊരു ഫെസ്റ്റിവൽ. ഇത് ഇപ്പോഴത്തെ അവസ്ഥ കണക്കാക്കി, കോവിഡ് പാൻഡമിക്കിൻ്റെ പ്രത്യേക രീതിയിലുള്ള സ്വഭാവം കണക്കാക്കി ഈ പരിപാടികൾ ഓൺലൈനായിട്ടാണ് ആളുകൾക്ക് കാണാൻ അവസരം കിട്ടുന്നത്. ഒരു രീതിയിൽ അത് നല്ലതാണ്. കാരണം ഇവിടെ ഒരു ഹാളിൽ വന്നിരിക്കുന്നവർക്ക് മുമ്പിൽ മാത്രമല്ല, താല്പര്യമുള്ള ഒരുപാട് പേർക്ക്, ആയിരം പേർക്ക്, ഒരുപക്ഷെ ലക്ഷക്കണക്കിനുള്ള ആളുകൾക്ക് അവർക്ക് കാണാനുള്ള അവസരം കൂടി ഈ ഫെസ്റ്റിവൽ, ഈ ഉത്സവം അവസരമൊരുക്കുന്നു. ഈ ഉത്സവത്തിന് വളരെ വലിയ വിജയം, വളരെ നല്ലൊരു ദർശനാനുഭവം, അതുപോലെ തന്നെ ഒരു കാതുകൾക്കുള്ള ഉത്സവം, അങ്ങനെയുള്ള ഒരു വലിയ അനുഭവം ആസ്വാദകർക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുക. നമസ്തേ. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഡാൻസ് ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള പത്മവിഭൂഷൺ കപില വാത്സ്യായൻ അവരുടെ പേരിൽ നടത്തുന്ന ഒരു ഫെസ്റ്റിവൽ, ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ഫെസ്റ്റിവൽ 2020 ഭാരത് ഭവൻ നടത്തുകയാണ് 8 മുതൽ 15 തീയതി വരെ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഓൺലൈൻ ഫെസ്റ്റിവലാണ്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്കതല്ലേ പറ്റൂ. പക്ഷേ അതിൻ്റെ ഒരു ലൈവ് ഫെസ്റ്റിവലിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് ഒട്ടും കുറയാണ്ട് ഓർഗനൈസ് ചെയ്യുന്നതാണ്. ഏറ്റവും നല്ല ആർട്ടിസ്റ്റ്, 70ഓളം കലാകാരന്മാർ, 12 ആർട്ട് ഫോംസ്, 7 ക്യൂറേറ്റേഴ്സ്. അപ്പോൾ വളരെ പ്രൊഫഷണലി, അതിൻ്റെ വളരെ പ്രൊഫഷണലായിട്ട്, ടെക്നിക്കലായിട്ട് പോലും ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണ്. വൈകിട്ട് 7 മണി തൊട്ട് 9 മണി വരെയാണ് ഈ ഫെസ്റ്റിവൽ. അപ്പോൾ ഇത് ഡോക്ടർ കപില വാത്സ്യായൻ എന്ന് പറയുന്ന എന്നെ സംബന്ധിച്ചോളം, ഞാൻ എൻ്റെയൊക്കെ ഒരു 8th സ്റ്റാൻഡേർഡിലാണ് അവരുടെ പുസ്തകങ്ങൾ വായിക്കുന്നത്. അപ്പം ആദ്യം വായിക്കുന്ന പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ശരിക്കും അവരുടെ വായിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത് നല്ലതുമാണ്, ഒരു കണക്കിന് പ്രശ്നവുമായിരുന്നു. എന്താ വെച്ചാൽ പിന്നീട് വായിക്കുന്ന പുസ്തകങ്ങളൊന്നും, നമുക്ക് ഡാൻസ് ബേസ്ഡ് പുസ്തകങ്ങളൊന്നും, അതെന്താ വെച്ചാൽ ആ ഒരു മൈൽ സ്റ്റോൺ യാർഡ് സ്റ്റിക്ക് അവർ ഓൾറെഡി സൃഷ്ടിച്ചതുകൊണ്ട് നമുക്ക് ബാക്കി വായിക്കുന്ന പുസ്തകങ്ങളൊന്നും അത്രത്തോളം ഒരു നിലവാരമില്ലാത്ത പോലെ എപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. എണ്ണപ്പെട്ട ഒത്തൻറ്റിക് റൈറ്റേഴ്സിൽ പെടുന്ന ആദ്യത്തെ ഒരു പേഴ്സണാലിറ്റിയാണ് ഡോക്ടർ കപില വാത്സ്യായൻ. അവർ
അവർ പ്രാക്ടീഷണർ ആയില്ലെങ്കിൽ പോലും അവർ പഠിച്ച് പിന്നീട് ഒരു എക്സ്റ്റെൻസീവ് റീസേർച്ചിൽ ഈ ഒരു ആർട്ട് ഫോമിനെയും എല്ലാം പഠിച്ചിരുന്ന് നമ്മൾക്ക് ശരിക്കും ഇൻഫർമേഷൻ ഡിസെമിനേറ്റ് ചെയ്ത് അടുത്ത തലമുറയ്ക്ക് ഡിസെമിനേറ്റ് ചെയ്ത ഒരു എന്താ ഒരു സ്പിയർ ഹെഡ് എന്നൊക്കെ പറയാം. ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഡാൻസ് വെറും ഒരു കാഴ്ച വസ്തു അല്ലാണ്ട് ഈ പ്രപഞ്ചമായിട്ട് ഇത്രയും ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ട് ഫോമാണ് എന്നും അത് ശാസ്ത്രമായാലും ആർക്കിടെക്ചർ ആയാലും കവിതയായാലും ആർക്കിയോളജി ആയാലും ഇതൊരു ഐസൊലേറ്റഡ് എലിമെൻ്റ് അല്ല. അപ്പോൾ അത് ആദ്യം ഞാൻ മനസ്സിലാക്കുന്ന അവരുടെ വർക്കിൽ കൂടെയാണ്. അതേപോലെ തന്നെ ഒരു സബ്ജക്റ്റും അതുപോലെ ഐസൊലേറ്റഡ് അല്ല എന്ന് മനസ്സിലാക്കി തരുന്നതും ഇവരാണ്. വളരെ ഫിലോസഫിക്കലായിട്ടാണ് ഫൈനലി നമ്മൾ ഇവരുടെ പുസ്തകം വായിച്ചു കഴിഞ്ഞ ഒരു നിഗമനത്തിനെത്തുക, ദാറ്റ് എവറിത്തിങ് ഈസ് ഫൈനലി വൺ. ആൻഡ് അതാണ് അവരുടെ ഏറ്റവും വലിയ മഹത്വം. അതുകൊണ്ട് ഡോക്ടർ കപില വാത്സ്യായൻ്റെ പേരിൽ ഇത്രയും ഒരു കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചിട്ടും ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇത്രയും ഭംഗിയായിട്ട് ഒരു ഫെസ്റ്റിവൽ നടത്തുന്ന ഭാരത് ഭവനിനോട് ശരിക്കും ഭയങ്കര നന്ദിയാണ്. എന്താ വെച്ചാൽ ഡാൻസ് ഈ ആർട്ട് ഫോംസിന് ഇപ്പോഴും ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് ശരിക്കും തെളിയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്തായാലും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു.